ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ മഹത്വവും മുസ്ലിങ്ങളുടെ മഹത്വവും ഒന്നും പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കാനില്ല, ആർക്കും ഒന്നും മനസ്സിലാക്കി കൊടുക്കാനുമില്ല. ഇന്ന് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവർക്കറിയാം, അവർ ഇസ്ലാമിനെ കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും സമൂഹത്തിലെ മുസ്ലിങ്ങളുടെ ഇടപെടലിലൂടെയാണ്, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മളൊക്കെ പ്രമാണങ്ങളിൽ നോക്കി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കും. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് കേവലം മുസ്ലിങ്ങളെ നോക്കിയിട്ടല്ലെന്നും ഖുർആനും ഹദീസും ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങളെയും നോക്കിയിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതെന്നും മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിങ്ങൾ എന്താണ്, ഇപ്പൊ നമ്മളോട് തന്നെ പല മുസ്ലിം സുഹൃത്തുക്കളും അമുസ്ലിം സുഹൃത്തുക്കളും എന്ന് പറയാറുണ്ട്, ടീച്ചറെ നിങ്ങൾ പറയുന്നത് പോലെയല്ല മുസ്ലിങ്ങൾ, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ഇന്ന മുസ്ലിം അയൽക്കാരുണ്ട്, അവർ നമ്മളും സഹോദരങ്ങളെ പോലെയാണ്, ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങളുടെ ആരുടെയും കഴുത്ത് വെട്ടാനും അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞ് നമ്മളോട് വൈരാഗ്യത്തോടെയും വിരോധത്തോടു കൂടിയും ആരും പ്രവർത്തിക്കാറില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ അഭിപ്രായം അതുമല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം നമ്മളോട് വിരോധത്തോടു കൂടി പെരുമാറി എന്ന് കരുതി അല്ല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാൻ അപ്പോഴും മനസ്സിലാക്കുക അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നോക്കിയിട്ടാണ്. അയാളെ അങ്ങനത്തെ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ മദ്രസ പഠനമുണ്ടോ? ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഏതെങ്കിലും വസ്തുതകൾ അവനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇപ്പോ പ്രവാചകന്റെ ഏതെങ്കിലും രീതികൾ അവനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അവന്റെ ഉള്ളിലേക്ക് മുസ്ലിം വിരോധം വന്നത് എങ്ങനെയാണ് എന്നാണ് ആദ്യം നോക്കുക. നമ്മൾ കണ്ടു, തേക്കടിയിൽ 2 കാശ്മീർ ഭീകരവാദികൾ കട നടത്തി. ഇസ്രായേൽ ദമ്പതികളായ 2 പേർ അതിനകത്തേക്ക് വന്നു കയറുന്നു. അവരവരുടെ മകളോട് ഈ സാധനങ്ങളെ കുറിച്ചിട്ട് ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നു. ഈ ഭാഷ ഹീബ്രു ആണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ കാശ്മീർ ഭീകരന്മാരായിട്ടുള്ള കച്ചവടക്കാർ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടുത്തുകാരാണ്? ഞങ്ങൾ ഇസ്രായേലരാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരുടെ ഉള്ളിൽ കിടന്ന ജൂതവിരോധം പൂർവാധികം ശക്തിയോടുകൂടി പുറത്തു ചാടുന്നു. അപ്പോഴേക്ക് ലൈറ്റ് അണയ്ക്കുന്നു. നിങ്ങൾക്ക് സാധനമില്ല എന്ന് പറഞ്ഞവരെ അപമാനിച്ച് തള്ളിയിറക്കുന്നു കടയിൽ നിന്ന് പുറത്തേക്ക്. അപ്പൊ ഇവരെ അത്ഭുത ജീവികളെ പോലെ നോക്കുന്നു. കാരണം അവർ സംസ്കാര സമ്പന്നരാണ്, അവർ വിദ്യാസമ്പന്നരാണ്, മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇടകലർന്ന് ജീവിച്ച് ഒരുപാട് രാജ്യങ്ങളുടെ കൾച്ചർ അവർക്കറിയാം, പൊതുബോധമുള്ളവരാണ്. ഇതെന്താ അത്ഭുത ജീവികളെ പോലെ ഇവരുടെ എന്തെങ്കിലും ഞങ്ങൾ മോഷ്ടിച്ചോ? ഇവർ ഞങ്ങളുമായിട്ട് എന്തെങ്കിലും പൂർവ്വകാല വിരോധമുണ്ടോ? ഇവരെന്തിനാണ് ഞങ്ങളോട് ഈ രൂപത്തിൽ പെരുമാറുന്നത് എന്ന് തോന്നി. അങ്ങനെ അവര് അടുത്ത കടക്കാരനോട് ഈ വിഷയം പറയുന്നു. അപ്പോഴേക്ക് ഇവരെ ഓട്ടോയിൽ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയ ഓട്ടോക്കാരൻ ദൂരെ നിന്ന് ഓടി വരുന്നു. എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നു. ഇവർ ഞങ്ങളെ അപമാനിക്കുന്നു, എന്താണ് വസ്തുത എന്ന് മനസ്സിലാകുന്നില്ല, ഭാഷ അറിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്കെത്തുന്നത്. അപ്പോൾ ഓട്ടോക്കാരനും സമീപ കടകളിലുള്ള ആളുകളും ഒക്കെ കൂടി ഇടപെട്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരോട് മാപ്പ് പറയണമെന്ന് പറയുന്നു. ആ മാപ്പ് ആവശ്യപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തതിലൂടെയാണ് പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി. കാരണം മീഡിയകളിൽ വരും, പല ആളുകളും യൂട്യൂബിലേക്ക് ഇത് പകർത്തിയെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ കച്ചവടക്കാരായിട്ടുള്ള 2 പേരുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നവർക്കെതിരെ. അങ്ങനെ കച്ചവടക്കാരുടെ ചിത്രങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൂടുതൽ വിഷയങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നത്. ഈ കാശ്മീരികൾ എങ്ങനെയാണ് കേരളത്തിലെത്തിയത്? തേക്കടിയിൽ എങ്ങനെയാണ് ഇവർക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടായത്? ഉടനെ തന്നെ NIA വരുന്നു, ED വരുന്നു, IB വരുന്നു. ശരി, കേന്ദ്ര ഇന്റലിജൻസ് ഇടപെടുന്നു, പോലീസ് വരുന്നു. ഉടനെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വിളിവരുന്നു. കാരണം 2 വിദേശികളാണ്. ഇത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇവര് മദ്രസകളിൽ നിന്നും ഇവർ പഠിച്ചത്, മുസ്ലിം പ്രഭാഷകരിൽ നിന്നും ഇവർ പഠിച്ചത്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും ഇവർ ഉൾക്കൊണ്ടത് ജൂതവിരോധമായിരുന്നു. ജൂതന്മാരെയും നസ്രാണികളെയും വച്ചു വാഴിക്കരുത് എന്നുള്ള ഉദ്ദേശമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരുടെ ഉള്ളിൽ കിടന്ന ഹമാസ് തീവ്രവാദം പൂർവാധികം ശക്തിയോടുകൂടി പുറത്തേക്ക് ചാടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇത് ലോക രാജ്യങ്ങൾ തന്നെ പരസ്പരം യുദ്ധം വരെ ഉണ്ടാകാവുന്ന, ആഭ്യന്തര കുഴപ്പങ്ങൾ വരെ ഉണ്ടാകാവുന്ന ഒരു വസ്തുതയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇസ്രായേലിൽ വളരെ സന്തുഷ്ടരായി. കാരണം അവർക്കൊരു ചെറിയ വിഷയമുണ്ടായ സമയത്ത് കേരളത്തിലുള്ള എല്ലാ കച്ചവടക്കാരും, വ്യാപാരി വ്യവസായ ഏകോപന സമിതികളടക്കം മുഴുവൻ മലയാളികളും ഇവരോടൊപ്പം നിന്നതുകൊണ്ട് രാജ്യം ഇവരെ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തത് മലയാളികളെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ PC ജോർജ് എന്താണ് മുസ്ലിങ്ങൾ എന്നതിനെ സംബന്ധിച്ച് പറയുന്നു, കേൾക്കുക. ഇത് കാണുമ്പോ നമ്മള് മുസ്ലിമായിട്ട് നമ്മളെ കാര്യം കൂട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മളെ കക്ഷികൾ കിടക്കുക. വല്ല ഫലമുണ്ടോ? നിസ്കരിക്കണ്ടേ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കണം, മനസ്സിലായ? അല്ല ചിലവാവില്ല. മുസ്ലിമാന്ന് പറയാൻ മുസ്ലിമാകും.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവരാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഒരാൾ അങ്ങോട്ട് ചെന്ന കേറ്റൂല. ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിദ്ദയ്ക്ക് പോവാ. അപ്പൊ പേട്ട നമ്മൾ ജിദ്ദയ്ക്ക് പോവാന്ന് പറയും. എന്തിനു പോവാ? ഞാൻ ഉംറയ്ക്ക് പോവാ. വളരെ വലിയ സന്തോഷം പലർക്കും. പക്ഷേ ഉംറയ്ക്കൊന്നും നമ്മളൊന്നും അങ്ങോട്ട് കേറ്റൂല. അവലെത്താണ് കേറാൻ പറ്റൂല. കേരളത്തിൽ ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ പറഞ്ഞു വരും. ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു. അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇടേ നമ്മളങ്ങോട്ട് കേട്ടില്ല. അതിന്റെ അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം, അടുത്തോട്ട് കേട്ടില്ല. ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കുന്നു. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസം. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയുന്നൊക്കെ 40 കുടുംബം 160 വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് മുസ്ലിമാണെന്ന് നോക്കാൻ പറഞ്ഞില്ല. ആ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ ആര് താമസിച്ചാൽ ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയുക. നീ സക്കാത്ത് കൊടുക്കണം. അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ 5 കാര്യങ്ങൾ. രണ്ടത്താണിക്ക് ശരി വരുന്നത് സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. രണ്ടത്താണി കൊടുക്കും, ഞാൻ കളിയാക്കിയതാ കേട്ടോ. അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം. അതുകൂടെ അറിഞ്ഞിരിക്കണം. 2% കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അല്ലാഹുവേ 97 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ 2.5 കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അത് മസ്റ്റാണ്. സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് ബുദ്ധിമുട്ട് ഇറക്കണ്ട. അത് തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിളിച്ചു വെക്കണ്ട, ദീർഘിപ്പിക്കുന്നില്ല. PC ജോർജിനെ പൊതുവെ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടാണ് ഏതാണ്ട് നല്ലൊരു ശതമാനം മാധ്യമങ്ങളും വിധി എഴുതുന്നത്. ഇയാൾ ഇസ്ലാമിനെതിരെ എന്ത് ചെയ്തു? ഇസ്ലാം മത തീവ്രവാദത്തെയും രാജ്യവിരോധത്തെയും അയാൾ നഖശിഖാന്തം എതിർക്കുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ സംഘടനകളെയും അദ്ദേഹം നഖശിഖാന്തം എതിർക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദേശീയതയ്ക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ സുഗമമായ പോക്കിന് വേണ്ടിയാണ് അതിനെ എതിർക്കുന്നത്. ആ ആഗോള തീവ്രവാദത്തെ എതിർക്കാതെ നമുക്കൊരിക്കലും ഒരു ദേശീയവാദിയാകാൻ കഴിയില്ല, ഒരു രാജ്യസ്നേഹിയാകാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെ എതിർക്കേണ്ടതുണ്ട്. എന്ത് കൃത്യമായിട്ടാണ് അദ്ദേഹം എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞത്, എന്താണ്, ആരാണ് മുസ്ലിം, എന്താണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ പ്രവാചകനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യണം. ആ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും മൗനമായി അനുവദിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അതല്ലാതെ ഒരാളും മുസ്ലിം ആകില്ല. സക്കാത്ത് കൊടുക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജ് ചെയ്യണം. നമുക്കും വേണമെങ്കിൽ ഹജ്ജ് ചെയ്യാം. പക്ഷേ ശരീരത്തിൽ എന്തോ ഒരു ഭാഗം കൂടുതലുണ്ട്, അതൊന്ന് കളയണം. അതിനുവേണ്ടി പൊന്നാനി വരെ പോയിട്ട് വരണം. അല്ലെങ്കിൽ അറ്റത്തും പിന്നെ മുക്കിലും മൂലയിലും ഒക്കെ കിടന്ന് ചുറ്റി തിരിയാനേ പറ്റൂ. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ശരിയല്ലേ പറഞ്ഞത്? അദ്ദേഹം ഇവിടെയാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത്. ഇനിയിപ്പം നാളെ ഉംറയ്ക്ക് പോകാനോ ഹജ്ജിന് പോകാനോ PC ജോർജിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും PC ജോർജ് പൊന്നാനിയിൽ ചെന്ന് അറ്റം കളഞ്ഞു തുപ്പിയിടേണ്ടി വരും. അതേ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളൂ. നന്ദി.